പ്രിയപ്പെട്ട എല്ലാ സ്റ്റുഡൻസിനും പനയനാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഇംഗ്ലീഷ് വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 12ാം ക്ലാസ് കേരള സിലബസിന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ അമീഗോ ബ്രദേഴ്സിന്റെ ബ്രദേഴ്സ് എന്ന പാഠം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ തൊട്ടു മുമ്പുള്ള 3 വീഡിയോയിലെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ അമീഗോ ബ്രദേഴ്സിനെ പരിചയപ്പെട്ടു. രണ്ടാമത്തെ വീഡിയോയിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ വീഡിയോയിൽ അവരുടെ മാനസികാവസ്ഥയും അവരുടെ മത്സരത്തിന്റെ ഒരുക്കങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ ഫൈനൽ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്? അവരുടെ രണ്ടുപേരുടെയും ലൈഫിലെ പ്രധാനപ്പെട്ട ദിവസം എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. The waiting time was over. കാത്തിരിപ്പിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. Felix was escorted from the classroom by a dozen fans in white t-shirts. ഫെലിക്സ് നല്ല വെളുത്ത ടീഷർട്ട് ഇട്ട കുറെ കുട്ടികളുടെ അകമ്പടിയോടുകൂടിയാണ് ഗ്രൗണ്ടിലേക്ക് വന്നത്, തന്റെ റിങ്ങിലേക്ക് വന്നത്. Antonio was escorted down a different stairwell and guided through a roped-off path. അന്റോണിയോ വേറെ കയറ് കെട്ടി തിരിച്ച മറ്റൊരു ഭാഗത്ത് കൂടി തന്റെ അനുയായികളോടൊപ്പമാണ് അവിടെ എത്തിയത്. രണ്ടുപേർക്കും ഇഷ്ടംപോലെ ആരാധകരുണ്ട്. രണ്ടുപേരും തങ്ങളുടെ ആരാധകരോടൊപ്പമാണ് റിങ്ങിലേക്ക് എത്തിയത്. As the two climbed into the ring, the crowd exploded with a roar. നിങ്ങൾ ഇന്ത്യൻ ടീമിന്റെ ക്രിക്കറ്റുകളെയൊക്കെ കണ്ടില്ലേ? സച്ചിനൊക്കെ ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ സച്ചിൻ 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 എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? ആരവം മുഴക്കാറുണ്ട്. അതേപോലെ ഫെലിക്സിന്റെയും അന്റോണിയോയുടെയും ആരാധകർ അവർക്ക് വേണ്ടി വിജയം അവർ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സിന്ദാബാദ് മുഴക്കി. Antonio and Felix both bowed gracefully and then raised their arms in acknowledgement. ഈ ബോക്സിംഗിൽ മത്സരിക്കുന്നവർ കണ്ടിട്ടില്ല, അവർ പരസ്പരം എന്ത് ചെയ്യും? ഇങ്ങനെ കുനിയുന്ന മാത്രമല്ല രണ്ടുപേരും ഇങ്ങനെ നമസ്കാരം പറയുന്നത് പോലെ ചെയ്യും. Antonio tried to be cool. നല്ല ടെൻഷനുള്ള മത്സരമാണ്. അന്റോണിയോ കൂൾ ആയിട്ടിരിക്കാൻ ശ്രമിച്ചു. He turned slowly to meet Felix's eyes, looking directly into his. ഫെലിക്സിന്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കാനായിട്ട് നമ്മൾ അന്റോണിയോ ശ്രമിച്ചു. ഫെലിക്സ് nodded his head and Antonio responded. ഫെലിക്സ് തലയാട്ടി കാണിച്ചു, അന്റോണിയോയും തലയാട്ടി കാണിച്ചു. ബോങ് 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 കണ്ടിട്ടുണ്ടാവും അല്ലെ? ദോശക്കല്ല് മാതിരി ഒരു സാധനം കെട്ടി തൂക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ അടിക്കും. ഓരോ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ അടിക്കും. അങ്ങനെ അടിച്ചു. ബോങ് ബോങ് ബോങ്. The roar turned to stillness. അതുവരെ ബഹളം ഉണ്ടാക്കിയിരുന്നവരെല്ലാം നിശബ്ദരായി. Ladies and gentlemen, the announcer spoke slowly. So ഈ പാഠവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് തീർച്ചയായും നിങ്ങളോട് ഒരു അനൗൺസ്മെന്റ് ചോദിക്കും. ഒന്നുകിൽ ഇവരുടെ മത്സരത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇവരുടെ മത്സരത്തിന് ശേഷമുള്ള സംഭവങ്ങൾ അനൗൺസ് ചെയ്യാനായിട്ട് പറയും. So prepare for that. Now is the moment we have all been waiting for, the main event between two fine young Puerto Rican fighters. നമ്മൾ എല്ലാവരും കാത്തിരുന്ന മത്സരം ഇതാ എത്തിയിരിക്കുന്നു. In this corner, weighing 134 pounds, Felix Vargas. ഈ കോർണറിൽ നിൽക്കുന്നത് ആരാണ്? 134 പൗണ്ട് ഭാരമുള്ള ഫെലിക്സ് വർഗാസ്. And in this corner, weighing 133 pounds, Antonio Cruz. ഈ കോർണറിൽ നിൽക്കുന്നത് ആരായിരുന്നു? 133 പൗണ്ട് ഭാരമുള്ള അന്റോണിയോ ക്രൂസ്. The winner will represent the boys club in the tournament of champions. ഈ മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് അയാൾ എന്ത് ചെയ്യും? ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റിനുള്ള സാധ്യത ലഭ്യമാക്കും. Then there will be no draw. ഈ മത്സരത്തിൽ എന്തില്ല? ഡ്രോ ഇല്ല. May the best man win. ആരാണോ ഏറ്റവും നന്നായി മത്സരിക്കുന്നത് അയാൾ വിജയിക്കും. The cheering of the crowd shook the window panes of the old building surrounding Tompkins Square Park. Tompkins Square Parkന്റെ ഓരോ ജനാല ചില്ലുകളും ഇരുന്ന് കുലുങ്ങി. At the center of the ring, the referee was giving instructions to the youngsters. രണ്ടുപേർക്കും റഫറി എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻസ്. Keep your punches up. നിങ്ങളുടെ ഇടി മുകളിലായിരിക്കണം. No low bows. എന്ത് ചെയ്യാൻ പാടില്ല? അരത്തി കീപ്പോട്ട് ഇടിക്കാനായിട്ട് പാടില്ല.
No punching on the back of the head. തലയ്ക്ക് പുറകിൽ ഇടിക്കാൻ പാടില്ല. Keep your heads up. തല എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരിക്കണം. Understand? Let's have a clean fight. നമുക്ക് നല്ല ഒരു മത്സരം നടത്താം. Now shake hands and come out for fighting. രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് മത്സരത്തിലേക്ക് വരും. Both youngsters touched the gloves. രണ്ടുപേരും ഗ്ലൗസ് ഇങ്ങനെ ടച്ച് ചെയ്തു. നോഡഡ് തലയാട്ടി. They turned and danced quickly to their corners. അല്ലേ, അവർ ഇങ്ങനെ ഡാൻസ് ചെയ്തു, ഇങ്ങനെ രണ്ട് കൈയൊക്കെ. അല്ലേ, നമ്മൾ കണ്ടില്ലേ ബോക്സിംഗ് സിനിമയിലെ കണ്ടില്ലേ, മമ്മൂട്ടിയുടെയും ലാലിന്റെയും ഒരു സിനിമയുണ്ട് കോബ്ര. അതിനകത്ത് ഇങ്ങനെ ബോക്സിംഗ് കാണിക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി, മൂവ്മെന്റ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. Both youngsters touched the gloves and nodded. They turned and danced quickly to their corners. രണ്ടുപേരും അവരവരുടെ കോർണറിലേക്ക് മാറി. Bong bong. Round 2. രണ്ടാമത്തെ റൗണ്ട്. Felix and Antonio turned and faced each other squarely. രണ്ടുപേരും വളരെ സത്യസന്ധമായി തന്നെ നോക്കി. In a fighting pose, വളരെ അല്ലേ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മൂഡില്. Felix wasted no time. Felix വെറുതെ ഇരുന്നില്ല. He came in fast. അവനാണ് ആദ്യം ഓടിയെത്തിയത്. Head low, തല താഴ്ത്തി, half hunched, ഒന്ന് ചരിഞ്ഞ്, towards his right shoulder and lashed out with the straight left. ഇടത്തെ കൈകൊണ്ട് he missed their right cross as Antonio slipped the punch and countered with 3 lefts that snapped the Felix head back. ഇടി തുടങ്ങിയത് ഫെലിക്സ് ആണ് അന്റോണിയോയുടെ വയറിന് നേരം. പക്ഷെ അന്റോണിയോ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയും ഒപ്പം 3 ഇടികൾ ഫെലിക്സിന് കൊടുക്കുകയും ചെയ്തു. സെൻഡിങ് എ മൈൽഡ് ഷോക്ക് coursing through him. ഒരു വല്ലാത്ത വേദന ഫെലിക്സിന്റെ ദേഹത്ത് കൂടി കടന്നുപോയി. അവർ തമ്മിലുള്ള ഇടിയുടെ ഡീറ്റെയിൽസ് ആണ്, പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക. If Felix had any small doubt about their friendship affecting their fight, it was being neatly dispelled. എന്തെങ്കിലും തരത്തിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ, ഇവരുടെ മത്സരം ബാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അത് അവിടെ തീർന്നു. കാരണം ഫെലിക്സ് 1 കൊടുത്തപ്പോൾ അന്റോണിയോ 3 തിരിച്ചു കൊടുത്തു. It was being neatly dispelled. Antonio's left hand was like a piston pumping jabs, one right after another with seeming ease. ഇല്ലേ, ഒരു പിസ്റ്റൺ സഞ്ചരിക്കുന്നത് പോലെ, ചലിക്കുന്നത് പോലെ ഫെലിക്സിന് നേരെ അന്റോണിയോ ഇടിച്ചുകൊണ്ടേയിരുന്നു. One right after another with seeming ease. Felix bowed and weaved and never stopped bowling in. ഇടി മേടിച്ചിട്ടും ഫെലിക്സ് നിർത്തിയില്ല. ഫെലിക്സ് ആക്റ്റീവായി നിന്നുകൊണ്ടേയിരുന്നു. He knew that at long range he was at a disadvantage. ഫെലിക്സിന് ഒരു കാര്യം മനസ്സിലായി. കാരണം നമ്മുടെ അന്റോണിയോയ്ക്ക് നല്ല പൊക്കമുണ്ട്, ഫെലിക്സിന് പൊക്കം കുറവാണ്. അതുകൊണ്ട് ആ കോർണറിൽ നിൽക്കുന്ന അന്റോണിയോയെ ഇടിക്കണമെന്നുണ്ടെങ്കിൽ ഫെലിക്സിനെ കൊണ്ട് പറ്റില്ല. തൊട്ടടുത്ത് ചെന്നാൽ മാത്രമേ ഇടിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ആർക്ക് മനസ്സിലായി? ഫെലിക്സിന് മനസ്സിലായി. അതാണ് അവന്റെ ഡിസ്അഡ്വാൻറ്റേജ്. Antonio had too much reach on him. നല്ല കൈക്ക് നീളമുള്ളത് കൊണ്ട് അന്റോണിയോയ്ക്ക് ആ കോർണറിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും ഫെലിക്സിനെ ഇടിക്കാം. Only by coming in close could Felix hope to achieve the dreamed of knockout. Knockout നേടണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വന്നേ ഫെലിക്സിന് അന്റോണിയോയെ ഇടിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. Antonio knew the dynamic that was stored in his amigo brother's fist. ഇതേപോലെ നമ്മുടെ അന്റോണിയോയ്ക്കും അറിയാം എന്ത് ഫെലിക്സിന്റെ ഉള്ളിലുള്ള ആ ശക്തി. He ducked the shot right and missed the left hook. Felix trapped him against the ropes just long enough to pour some punishing rights and left it to Antonio's heart midsection. ഈ സമയത്ത് ഫെലിക്സ് അന്റോണിയോയെ കയറിനോട് ചേർത്ത് നിർത്തി അന്റോണിയോയുടെ വയറിലേക്ക് ഒരുപാട് ഇടി കൊടുത്തു. Antonio slipped away from Felix, crashing in 2 left to his head, which set Felix right ear ringing. ഒരേ ഇടി അന്റോണിയോയ്ക്ക് കിട്ടിയെങ്കിലും അന്റോണിയോ നല്ല ശക്തിയോടെ ഫെലിക്സിന്റെ തലയ്ക്ക് ഒരു ഇടി കൊടുത്തു. ആ ഇടി കിട്ടിയപ്പോൾ നമ്മുടെ ഫെലിക്സിന്റെ ചെവിയിൽ എന്തോ മുഴങ്ങുന്നത് പോലെ തോന്നി. ഫെലിക്സിന്റെ ചെവിയിൽ എന്തോ മുഴങ്ങുന്നത് പോലെ തോന്നി. Felix walked briskly back to his corner. Antonio gracefully danced his way towards his stool. ഫെലിക്സ് ഇടിമേടിച്ച് പെട്ടെന്ന് പിന്നാക്കം പോയി. അന്റോണിയോ വളരെ സന്തോഷത്തോടു കൂടി കുറച്ച് അവന് ജയം, കുറച്ച് മുൻതൂക്കം അവന് കിട്ടി. അവൻ പിന്നാലെ മാറി സ്റ്റൂളിലേക്ക് മാറിയിരുന്നു. ഇതാണ് രണ്ടാമത്തെ റൗണ്ടില് സംഭവിച്ചത്. ബോങ് ബോങ് റൗണ്ട്
2. Felix മുമ്പത്തെ ഒന്നാമത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് എന്നാണ് പറഞ്ഞത്. മുമ്പത്തെ ഒന്നാമത്തെ റൗണ്ടിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇനിയാണ് രണ്ടാമത്തെ റൗണ്ട്. Felix was off his stool and rushed to Antonius like a bull. മുമ്പേ വന്നതും ഫെലിക്സ് ആണ്, ഇപ്പൊ വരുന്നതും ഫെലിക്സ് ആണ്. ആദ്യം മുൻകൈ എടുക്കുന്നത് ആരാണ്? ഫെലിക്സ് ആണ്. ലൈക്ക് എ ബുൾ, ഒരു കാളക്കൂറ്റനെ പോലെ ഫെലിക്സിന്റെ നേരെ പാഞ്ഞെടുത്തു. സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്, അവന്റെ തലയ്ക്ക് ഇടിച്ചു. അന്റോണിയോസ് ഹേർട്ട്, അന്റോണിയോയ്ക്ക് വേദനയുണ്ടായി. സെൻഡ് ബാക്ക് എ ബ്ലറിംഗ് ബാരേജ് ഓഫ് ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ് ദാറ്റ് ഓൺലി മീൻ പെയിൻ ഓഫ് ടു ഫെലിക്സ്. അവനും വെറുതെ ഇരുന്നില്ല, ഫെലിക്സിന് തിരിച്ചു കൊടുത്തു. Felix bobbed and weaved, occasionally punching his two gloves together. വേദന എടുത്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ ഗ്ലൗസ് തമ്മിൽ കൂട്ടിയിടിച്ചുകൊണ്ടേയിരുന്നു. Antonio waited for the rush that was sure to come. Antonio ഇങ്ങനെ കാത്തിരുന്നു ഫെലിക്സിന്റെ മറുപടിക്കായിട്ട്. Felix closed in hand, feinted with his left shoulder and threw a right instead. വലത് കൈ കൊണ്ട് അന്റോണിയോയ്ക്ക് ഇടി കൊടുത്തു. Right to the body, ബോഡിയുടെ വലതു ഭാഗത്തായി. Left to the head, തലയുടെ ഇടതു ഭാഗത്തായി. Neither fighter was given an inch. രണ്ടുപേരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല. Suddenly a short right caught Antonio squarely on the chin. പെട്ടെന്ന് അന്റോണിയോയുടെ താടിക്ക് ഒരു ഇടി കിട്ടി. His long legs turned to jelly and his hands flailed. അവന്റെ കൈകൾക്കും കാലുകൾക്കും ശക്തി നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. Out desperately, Felix grunting like a bull threw wild punches from every direction. അവന് ഏതൊക്കെ സൈഡിൽ നിന്ന് ഇടി കൊടുക്കാമോ ആ സൈഡിൽ നിന്നെല്ലാം അന്റോണിയോക്ക് ഇടി കൊടുത്തു. അന്റോണിയോ ഗ്രോഗി, അന്റോണിയോയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. ബോബ്ഡ് ആൻഡ് വീവ്ഡ്, evading most of the blows. എങ്കിലും ഇടി ഏൽക്കാതിരിക്കാൻ അവൻ മാക്സിമം ശ്രമിച്ചു. Suddenly his head cleared. പെട്ടെന്ന് അവന്റെ തലയിൽ ബോധം ഉദിച്ചു. His left flashed out hard and straight, catching Felix on the bridge of his nose. കൈയെടുത്ത് ഫെലിക്സിന്റെ മൂക്കിലേക്ക് അന്റോണിയോ ഇടി കൊടുത്തു. In a fog, പെട്ടെന്നൊരു confusion, Felix heard the roaring of the crowd, who seemed to have gone insane. അന്റോണിയോയുടെ ആരാധകർക്ക് ഭ്രാന്ത് മാറി, ഭ്രാന്ത് പോലെയായി. His head cleared to hear the bell sound at the end of the round. രണ്ടാമത്തെ റൗണ്ട് അങ്ങനെ അവസാനിച്ചു. In his corner, Antonio was doing what all fighters do when they are hurt. They sit and smile at everyone. രണ്ടുപേർക്കും നല്ല മാരകമായ മുറിവുകൾ ഉണ്ടായെങ്കിലും രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ രണ്ടുപേരും അവരവരുടെ കോർണറിലേക്ക് മാറിയിരുന്നു. The referee signaled the ring doctor to check the fighters out. റഫറി നമ്മുടെ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ടുപേരെ ഒന്ന് പരിശോധിക്കണം. He did so and then gave his okay. ഡോക്ടർ വന്നു, പരിശോധിച്ചു, രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. The cold water sponges brought clarity to both Amigo brothers. They were rubbed until their circulation ran free. Referee അവർ രണ്ടുപേരുടെയും ഹെൽപ്പേഴ്സ് വന്ന് അവരുടെ ദേഹത്ത് ഐസ് വാട്ടർ വെച്ചു. രണ്ടുപേരുടെയും ബോഡിയിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. Bong, round 3, the final round, മൂന്നാമത്തെ റൗണ്ട് എത്തി. Up to now it had been tic-tac-toe, pretty much even, but even everyone knew there could be no draw and that this round would decide the winner. ആദ്യത്തെ രണ്ട് റൗണ്ടിലും വിന്നറിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ റൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത ഇവിടെ ഡ്രോ ഇല്ല, ആരെങ്കിലും ഒരാൾ വിജയിച്ചേ പറ്റൂ. This time to Felix surprise, ആദ്യത്തെ രണ്ട് റൗണ്ടിലും ഫെലിക്സ് ആണ് ആദ്യം വന്നത് എങ്കിൽ ഈ തവണ it was Antonio who came out fast. അന്റോണിയോ ആണ് ആദ്യം ഓടിയെത്തിയത്. Charging across the ring, Felix braced himself but couldn't ward off the barrage of punches. ഫെലിക്സ് ട്രൈ ചെയ്തു എങ്കിലും അന്റോണിയോയുടെ ഇടി ഒഴിവാക്കാൻ അവനെ കൊണ്ട് സാധിച്ചില്ല. Felix tapped his gloves and commenced his attack anew. Antonio, throwing boxes, caution to the winds, jumped in to meet him. Both pounded away. രണ്ടുപേരും പരസ്പരം ശക്തിയായി ഇടിച്ചു.
neither gave an inch, ഒരാളും വിട്ടുകൊടുത്തില്ല, and neither fell to the canvas, രണ്ടുപേരെയും ക്യാൻവാസിലേക്ക് വീണില്ല. They fought, neither gave an inch and neither fell to the canvas. They fought toe to toe, രണ്ടുപേരും ഇഞ്ചോട് ഇഞ്ച് പോരാടി. The sounds of their blows were loud in contrast to the silence of a crowd gone completely mute. ജനങ്ങൾ, ആരാധകര് അവർ നിശബ്ദരായി പോയി ഇവരുടെ ഈ ഭ്രാന്തമായ ഏറ്റുമുട്ടൽ കണ്ടിട്ട്. അതിൽ ഇവർ രണ്ടുപേരുടെയും ഓരോ ഇടിയുടെയും സൗണ്ട് കേൾക്കാൻ പറ്റി. The referee was stunned by their savagery. ഇവരുടെ ഈ സവേജ് ആയിട്ടുള്ള അല്ലേ, ഇവരുടെ ഈ പൈശാചികമായ ഏറ്റുമുട്ടൽ കണ്ട റഫറി പോലും ഞെട്ടിപ്പോയി. ബോം ബോം ബോം. The bell sound over and over again. മത്സരം കഴിഞ്ഞു എന്ന് അറിയിക്കാനായി ബെൽ അടിച്ചുകൊണ്ടേയിരുന്നു. ഫെലിക്സ് ആൻഡ് അന്റോണിയോ were past hearing. പക്ഷെ അന്റോണിയോയും ഫെലിക്സും മാത്രം അത് കേട്ടില്ല. Their blows continued to pound on each other like a hailstone. രണ്ടുപേരും ശക്തിയായി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. Finally, the referee and the two trainers freed Felix and Antonio apart. രണ്ടുപേരെയും റഫറിയും അവരുടെ ട്രെയിനേഴ്സും പിടിച്ചു മാറ്റി. Cold water was poured over them to bring them back to their senses. അവർക്കൊന്ന് നോർമൽ ആകാൻ വേണ്ടി തണുത്ത വെള്ളം അവരുടെ തലയിൽ കൂടി ഒഴിച്ചു. They looked around and then rushed towards each other. പക്ഷെ വീണ്ടും അവർ ഒരുമിച്ച് വന്നു. A cry of alarm surged through the Tonkin Square Park. അവിടെ ഒരു വലിയ അലർച്ചയുണ്ടായി. Was this a fight to the death instead of a boxing match? ഇത് ബോക്സിംഗ് മാച്ച് ആണോ അതോ ഒരു മരണ കളിയാണോ? The fear soon gave way to wave upon wave of cheering as the two amigos embraced. ആൾക്കാർക്ക് പക്ഷേ തെറ്റുപറ്റി. അവർ ഇടിക്കാനല്ല വീണ്ടും ഒത്തുകൂടിയത്. ഈ രണ്ട് മത്സരാർത്ഥികളും പരസ്പരം കെട്ടിപ്പുണർന്നു. No matter what the decision, എന്താണ് ഡിസിഷൻ അത് അവർക്ക് അറിയണ്ട. They knew they would always be champions to each other. പരസ്പരം ചാമ്പ്യന്മാരാണെന്ന് രണ്ടുപേർക്കും അറിയാം. Boom, boom, boom. Ladies and gentlemen, the winner and the representative to the Golden Gloves Tournament of Champions is. മത്സരത്തിന്റെ ഫലം അനൗൺസ് ചെയ്യുകയാണ്. The announcer turned to point to the winner and found himself alone. അയാൾ അനൗൺസ് ചെയ്യാനായി ശ്രമിച്ചപ്പോൾ എന്താണ് നടന്നത്? അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ. The champions had already left the ring. രണ്ടുപേരും പരസ്പരം കൈകോർത്ത് റിംഗിൽ നിന്ന് എപ്പോഴേ പോയി കഴിഞ്ഞിരുന്നു. അതാണ് ആ മത്സരത്തിൽ അത്രയും അപകടം പറ്റിയിട്ട് പോലും തങ്ങളുടെ സൗഹൃദം, തങ്ങളുടെ സ്നേഹബന്ധം ഇല്ലാതാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് വേണ്ടത്. സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക, സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.